ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ ഹെയർ കെയർ ജേർണിയിൽ എനിക്ക് യൂസ്ഫുൾ ആയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജനറലി അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഹെയർ ലോസിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് വൺ ഈസ് ഡാൻഡ്രഫ്. അത് അത് ഒരിക്കലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നല്ല, ഒരിക്കലും വന്നു കഴിഞ്ഞാൽ വളരെ പാടാണ്. അത് കംപ്ലീറ്റ്ലി നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നമ്മുടെ വെള്ളം മാറി കുളിക്കുക. പ്രത്യേകിച്ച് ക്ലോറിനേറ്റഡ് വെള്ളമൊക്കെ ഒരിക്കലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഡാൻഡ്രഫ് വരുന്ന വഴിയേ അറിയില്ല. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹോർമോണൽ ഇഷ്യൂസ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാരണം നമുക്ക് ഹെയർ ലോസും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇതിലെല്ലാം തന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഹോർമോണൽ ഇഷ്യൂസ്. അഫ്കോഴ്സ് നമ്മൾ അതെങ്ങനെയാണോ അത് കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. അത് വേറെ. ഈ ഡാൻഡ്രഫിന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്ന് പറയുന്നത് ഡ്രൈ ഡാൻഡ്രഫ് ആണ്. അതായത് ഡസ്റ്റ് പോലെയാണ് എൻ്റെ തലയിലെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അത് ഭയങ്കര എന്താ പറയാ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഭയങ്കര ഇച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ നിറയെ പൊടി പോലെ ഫുള്ളാ നിറഞ്ഞിരിക്കും മുടിയിലൊക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ ഡാൻഡ്രഫ് ഉള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവര് സ്കാൽപ്പ് എപ്പോഴും നനഞ്ഞിരിക്കുക. ഇൻ ദ സെൻസ് എന്നും തല നനയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എപ്പോഴും പറയും, തല ഒരു 3 ദിവസമൊക്കെ കൂടി നനയ്ക്കുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. കാരണം അത് ഹെയർ കെയറിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് അത്യാവശ്യം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴത്തേക്ക് തല നനയ്ക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ഹെയർ കെയർ, അതായത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഡ്രൈ ഡാൻഡ്രഫ് ഉള്ള ആളുകൾ അങ്ങനെ നമ്മൾ സ്കാൽപ്പിനെ ഡ്രൈ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡാൻഡ്രഫ് കൂടാനാണ് കാരണമാകുക. അപ്പൊ അത് വീണ്ടും പ്രശ്നത്തിലേക്ക് വരും. വീണ്ടും ഹെയർ ലോസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളവർ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലോറിൻ വെള്ളം, അങ്ങനെ വെള്ളം മാറി കുളിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾക്ക് എന്താ പറയാ, ഈ മുടി കൊഴിയാനും അങ്ങനത്തെ ഹെയറിന്റെ ടെക്സ്ചർ തന്നെ മാറാനും ഫ്രിസിനെസ് ഒക്കെ കൂടാനും ഉള്ള വളരെ സാധ്യത കൂടുതലാണ്. എൻ്റെ ഒരു ഹെയർ കെയർ ജേണിയിൽ എനിക്ക് വന്ന അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് എൻ്റെ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. സാധാ ഏതെങ്കിലുമൊക്കെ ഷാമ്പൂസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അലോവേരയൊക്കെ ചിലപ്പോൾ വീക്ക്ലി ട്വൈസ് അല്ല 2 വീക്ക് കൂടുമ്പോഴൊക്കെ ഞാൻ അലോവേരയൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും എന്നല്ലാതെ അല്ലാതൊരു ഹെയർ കെയർ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഓയിൽ ഒന്ന് സ്വിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ എന്തോ കണ്ടതാണ്, ഭൂമിക വേദിക്സ് എന്ന് പറഞ്ഞ അവരുടെ ഓയിലിലേക്ക് മാറാമെന്ന് കരുതിയിട്ട് ഞാൻ ആ ഓയിൽ യൂസ് ചെയ്ത് നോക്കി. പക്ഷെ അതെന്തുകൊണ്ടോ എനിക്ക് ആ ഓയിൽ വർക്കായില്ല. ചിലപ്പോൾ ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അത് അതിന്റെ കറക്റ്റ് വേയിൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതായിരിക്കാം കാരണം ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. അപ്പം കറക്റ്റാ ഞാൻ ആ എണ്ണ ഒന്നും ഉപയോഗിക്കില്ല മര്യാദയ്ക്ക്. അതായത് എപ്പോഴും നമ്മൾ ഓയിൽ നമ്മൾ തലയിൽ തേക്കുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ തലയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു കുറച്ച് ടൈം വേണ്ട ഒരു കാര്യമാണ്. ഒരു എന്താ പറയാ, ഒരു ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതൊന്നും ഞാൻ ആ ഭൂമിക വേദിക്സ് ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. റാൻഡമായിട്ട് അവിടെ നിന്ന് വല്ലപ്പോഴും ഒക്കെ ജസ്റ്റ് ഒന്ന് തേക്കും, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അഫ്കോഴ്സ് അതുകൊണ്ടായിരിക്കണം. കാരണം ഒരുപാട് റിവ്യൂ ഉള്ള ഒരു ഓയിലാണ് ഭൂമിക വേദിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് അത് യൂസ്ഫുൾ ആയില്ല. കാരണം ഞാൻ അത് പ്രോപ്പർ വേയിൽ അത് യൂസ് ചെയ്തിട്ടേ ഇല്ല. അതിനുശേഷം ഞാൻ അങ്ങനെ വീണ്ടും ആ പരിപാടി വിട്ടു. ബിക്കോസ് ഡേ ബൈ ഡേ എന്റെ മുടി ഞാൻ വിചാരിക്കുന്നതിലും ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കാണുമ്പോൾ പിന്നെ കെയർ ചെയ്യാനുള്ള എൻ്റെ ഒരു മൂഡ് കൂടി അങ്ങ് പോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സെലിബ്രിറ്റീസിന്റെ കുറേ പേജസിൽ ഞാൻ സീക്രട്ട് ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് കേട്ടു. അപ്പം കുറെ പേരും ഇങ്ങനെ അതിനെ മെൻഷൻ ചെയ്ത് പറയുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ അവരുടെ പേജ് നോക്കിയപ്പോഴത്തേക്ക് എല്ലാത്തിനും ഭയങ്കര വിലയാണ്, നല്ല നല്ല പ്രൈസാണ്. അപ്പൊ എന്നിരുന്നാലും ഞാൻ അത് വാങ്ങാമെന്ന് ഓർത്തിട്ട് ഞാൻ അവരുടെ ഷാമ്പൂവും കണ്ടീഷണറും ഓയിലും ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ വാങ്ങി. അപ്പം അതില് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരം ഓയിലിനെ കുറിച്ച് പറയുന്നുണ്ടോ. 2 തരമല്ല, ഒരുപാട് വെറൈറ്റീസ് അവർക്കുണ്ട്. പക്ഷെ എനിക്ക് ഫെമിലിയർ ആയതും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം അതില് ഫസ്റ്റ് വൺ ഈസ് ബ്ലാക്ക് ചാം ഓയിൽ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബ്ലൂ ലില്ലി. അപ്പം ഇവരിതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ലോസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ചാമും അതിനുശേഷം ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ബ്ലൂ ലില്ലി എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് ഹെയർ ലോസ് ആയിരുന്നു കൂടുതൽ. ആൻഡ് എനിക്ക് മുടി ഫുൾ ഡാമേജും ഹെയർ ലോസും വളരെ സിവിയർ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആ ഫോട്ടോ, പഴയ അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണിച്ചേക്കാം. അപ്പോൾ ഞാൻ വാങ്ങിയത് ബ്ലാക്ക് ചാം ഓയിലാണ്. പിന്നെ അത് അവരുടെ
ഹിബിസ്കസിന്റെ ഷാമ്പുവും ഫ്ലാങ്കോ കണ്ടീഷണറും ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഞാൻ വാങ്ങിയപ്പോൾ തന്നെ നിയർ 2500 to 3000 ആ ഒരു റേഞ്ച് അങ്ങനെ എന്തോ ആണ് വന്നത് ഈ മൂന്നിനും കൂടി. പക്ഷെ അത് ഞാൻ ആ ഓയിൽ ഞാൻ അത്യാവശ്യം പ്രോപ്പറായി യൂസ് ചെയ്തു. കാരണം വെച്ചാൽ എൻ്റെ മുടിയുടെ അവസ്ഥ അത്രയും ദാരുണമായി. എൻ്റെ സ്കാൽപ്പ് ഒക്കെ നല്ലപോലെ വിസിബിൾ ആയി തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കത് യൂസ് ചെയ്യാണ്ട് പറ്റാണ്ടായി. അപ്പൊ ഞാനൊരു 3 days ഒക്കെ കൂടുമ്പോഴത്തേക്ക് ഓയിലൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് ഷാമ്പൂ ഒക്കെ ചെയ്ത് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ മുടിയിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് എൻ്റെ മുടിയുടെ ടെക്സ്ചർ ബാക്ക് ടു രീതി പഴയ പോലെ എന്നല്ല, അതിലും കുറച്ചും കൂടി നന്നാവാൻ തുടങ്ങി. ആസ് യു ക്യാൻ സീ, ഒരു ട്രീറ്റഡ് ഹെയർ പോലെ. ഞാൻ ഒരു ട്രീറ്റ്മെന്റും എൻ്റെ മുടിയിൽ ചെയ്തിട്ടില്ല. ഞാൻ കളർ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് സ്പാ പോലും ഞാൻ അങ്ങനെ എൻ്റെ മുടിയിൽ ചെയ്തിട്ടില്ല. അല്ലാതെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ഒരു നേച്ചർ അതിൻ്റെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫ്രിസിനെസ്സോ, ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ്നറും ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. അത് എന്നെ അറിയാവുന്നവർക്കും അറിയാം. അപ്പം ഇത് എന്താ പറയാ, അതിന്റെ ഫ്രിസിനെസ്സും കാര്യങ്ങളും ഒക്കെ നല്ല പോലെ ഇത് കുറച്ചു. അപ്പൊ എനിക്ക് പിന്നെ ഇതിന്റെ എന്റെ ബോട്ടിലെല്ലാം തീർന്നതിന് ശേഷം എനിക്ക് സെക്കൻഡ് വാങ്ങാൻ ഇത്രയും മണി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും പഴയ പോലെ തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. അത് പക്ഷേ എനിക്ക് നല്ല പണി കിട്ടി. കാരണം അത്യാവശ്യം എൻ്റെ മുടിയുടെ രീതികളൊക്കെ മാറി ഒന്ന് വളർന്നൊക്കെ വരുമായിരുന്നു. ഞാൻ വീണ്ടും വെളിച്ചെണ്ണയിലേക്ക് മാറിയപ്പോഴത്തേക്ക് എൻ്റെ മുടി പഴയതിലും വല്ലാണ്ട് കൊഴിയാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പഴയതിലും വല്ലാണ്ട് കൊഴിയാൻ തുടങ്ങി. എന്ന് വെച്ചാല് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നാക്കുമ്പോൾ തന്നെ കൈ നിറയെ മുടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നല്ലപോലെ മുടി കൊഴിയാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, സീക്രട്ടിന്റെ ഓയിലിലേക്ക് തന്നെ ഇറങ്ങി. അതായത് ഞാൻ ഫസ്റ്റ് വാങ്ങി വലിയ ബോട്ടിലാണ്, സെക്കൻഡ് ഞാൻ കുറച്ച് ചെറിയ ബോട്ടിലാണ് വാങ്ങിയത്. കാരണം കോസ്റ്റ് അത്രയുള്ള ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ബോട്ടിലാണ് വാങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബ്ലാക്ക് ചാം ഓയിൽ 200 ml തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ ഷാമ്പൂ ഒക്കെ 100 ml അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങനെയാണ് വാങ്ങിയത്. അപ്പൊ അതും ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കാണിച്ചിരിക്കും. ഇതെന്റെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. ഞാൻ സെക്കൻഡ് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിബിസ്കസ് ഷാമ്പൂ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ വാങ്ങിയതാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ചെറിയൊരു ബോട്ടിലാണ് വാങ്ങിയിരിക്കുന്നത്, ചെറുതാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതാണ് അവരുടെ ഫ്ലാങ്കോ കണ്ടീഷണർ വന്നിട്ട് ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ ജേണിയിൽ എനിക്ക് യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ്. ജെനുവിനായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് ഈ സീക്രട്ടിന്റെ ഓയിലാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇത് മൂന്നും വാങ്ങുന്നെങ്കിൽ മൂന്നും ഒരുമിച്ച് വാങ്ങുക. കാരണം എന്തായാലും അവർക്ക് 100 രൂപ നമ്മൾ ഡെലിവറി ഫീസ്, എന്തോ ഫാസ്റ്റ് ഡെലിവറി, അവർക്ക് പാക്കിംഗ് ഒക്കെ വളരെ സൂപ്പറാണ് കേട്ടോ. കുറച്ച് നല്ലൊരു ബോക്സിലൊക്കെയാണ് നമുക്ക് പാക്ക് ചെയ്ത് നല്ല എന്താ പറയാ, നമുക്ക് ഭയങ്കര ഇംപ്രസ് ആവും. ആ രീതിയിലാണ് അവരുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോ അതിനായിരിക്കാം 100 രൂപയാണ് നമ്മുടെ എക്സ്ട്രാ അവർ നമ്മുടെ വാങ്ങുന്നത് ഡെലിവറിക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ മൂന്ന് ഒരുമിച്ച് വാങ്ങാൻ ശ്രമിക്കുക. കാരണം സെപ്പറേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് 100 ആയിട്ട് 300 ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും പോകും. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഫണ്ട് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് ഏറ്റവും മാറ്റം കൊണ്ടുവന്ന സാധനം, ഈ ഓയിലാണ്. അപ്പൊ ഇതൊരു തരത്തിലുള്ള കൈൻഡ് ഓഫ് പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇപ്പം എന്നെ പോലുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല അതിനെ, ഈ ബ്രാൻഡിനെ, ബിക്കോസ് അത് അത്രത്തോളം ഇപ്പൊ ഫെമിലിയർ ആയി കഴിഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്. എന്തൊക്കെയോ വേറെ കുറച്ചും കൂടി പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തോർത്ത് വെച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതൊക്കെ വിട്ടുപോയി, മറന്നുപോയി ഇതിൽ. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ ഓവറായിട്ട് മുടിയിൽ ഹീറ്റ് കൊടുക്കാണ്ടിരിക്കുക. അത് ചിലപ്പം ഫങ്ഷൻസിനൊക്കെ ഇപ്പം എല്ലാവരും ഞാനത് ചെയ്യാറില്ല, പക്ഷെ എല്ലാവരും യൂസ് ചെയ്ത്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരിലുള്ളവരൊക്കെ ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും എപ്പോഴും എന്താ പറയാ, മുടി നമ്മൾ കുളിച്ചതിന് ശേഷം അത് അല്ലാതെ ഹീറ്റർ ഉപയോഗിച്ചിട്ട്, സോറി ഹീറ്റർ അല്ല, ഡ്രയർ ഉപയോഗിച്ചിട്ട് മുടിക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് നാച്ചുറലി ഡ്രൈ ആവട്ടെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോവാണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ഡെയിലി ഒരു ബേസിസിൽ ഇങ്ങനെ ഈ ചൂട് കൊടുത്ത് മുടിന്റെ ഉള്ള ഹെൽത്തും കൂടി നശിപ്പിക്കാതിരിക്കുക. പിന്നെ അഫ്കോഴ്സ് മുടിക്ക് വേണ്ടുന്ന ഫുഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാനങ്ങനെ ഒന്നും ചെയ്യാത്ത ആളാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്ന് ഓർത്തിട്ട് പറയാണ്. എനിക്ക് ഇത് ചെയ്തത് ഓയിലാണ്. ഓയിൽ ചെയ്യുമ്പോൾ തന്നെയും, ഓയിൽ എപ്പോൾ ചെയ്താലും നിങ്ങൾ കുറച്ച് നേരം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ നല്ലപോലെ അത് തേച്ച് പിടിപ്പിക്കുക.
പിടിപ്പിച്ചതിന് ശേഷം ഷാംപൂ ചെയ്ത് കളയുക. കണ്ടീഷണർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഷാംപൂ ചെയ്ത് കംപ്ലീറ്റ്ലി വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടീഷണർ സ്കാൽപ്പിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. മുടിയുടെ പുറമെ മാത്രം അപ്ലൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ബാക്കി ബോഡി പാർട്സ് ഒക്കെ നിങ്ങൾ ഫുള്ളി കുളിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കണ്ടീഷണർ കഴുകി കളയാം. അപ്പോഴത്തേക്ക് അത്രയും നേരം കൂടി നിങ്ങളുടെ മുടിയിലേക്ക് അത് സെറ്റ് ആവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Ta-ta.